ഹലോ ഗായ്സ്, ഇതാണ് ദാൽ ഫ്രൈ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നതെന്നും പിന്നെ ഞാൻ എന്താണ് ലഞ്ചിന് കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ റോസ് പരിപ്പ് വെച്ചാണ് ഞാൻ ഇന്ന് പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. ഇത് ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ. ആദ്യം തന്നെ പരിപ്പ് ഞാൻ 1 കപ്പാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ കഴുകി കുറച്ച് നേരം വെള്ളത്തിലിടുവാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിയാൻ പോവാം. അപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 തക്കാളി അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, 1 സവാള, 3-4 വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ഞാൻ ഈ തക്കാളി മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. ആ തക്കാളി അരച്ച ആ വെള്ളത്തിലാണ് നമ്മൾ പരിപ്പ് വേവിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഞാൻ തക്കാളി നല്ലതായിട്ട് അരച്ചുകൊണ്ട് വന്നു. അത് ഞാൻ എൻ്റെ പ്രഷർ കുക്കറിലേക്ക് ഇടുവാണ്. ഇതാണ് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെച്ച പരിപ്പ്. അപ്പോൾ ഈ പരിപ്പ് ഈ വെള്ളത്തോടു കൂടി ഞാൻ ഈ കുക്കറിലേക്ക് ഇടുവാണ്. ഞാനിവിടെ 3-4 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 2 എണ്ണം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ബേ ലീഫാണ്. ഒരു ബേ ലീഫും കൂടെ ഇട്ടിട്ടാണ് ഞാനിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. 2 ചെറിയ ബേ ലീഫാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാൻ കുക്കറിലേക്ക് വെച്ച് അടച്ച് ഒരു വിസിൽ കേൾപ്പിക്കുവാണ്. അപ്പോൾ ഇത് അടച്ചു വെക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇടാനുണ്ട്. അത് പരിപ്പ് വേവിക്കുമ്പോൾ നെയ്യിട്ട് വേവിക്കണം, നല്ലതാണ്. അപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഇടുവാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചു. ഞാൻ എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഓയിൽ ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ഒലിവ് ഓയിൽ തന്നെ പല ടൈപ്പുണ്ട്. ഇതിപ്പം കുക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ഇത് ചൂടാക്കാൻ പറ്റിയ ഒലിവ് ഓയിലാണ്. പിന്നെ വേറെ സാലഡിൽ ഒഴിക്കുന്ന ഒലിവ് ഓയിൽ വേറെയാണ്. അത് എക്സ്ട്രാ വെർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല പച്ച കളറായിരിക്കും അതിന്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് ഉലുവയും കടുകും ഒക്കെ ഇട്ട് പൊട്ടിക്കാൻ പോവുകയാണ്. ആദ്യം കുറച്ച് ഉലുവ ഇട്ടു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുകും കൂടെ ഇടുവാണ്. ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ കുറച്ചൊരു ജീരകം കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും സാധനം ഇട്ടു. ഇതിലേക്ക് സവാള ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ അത് ഞാനിനി ഇടാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഈ വെളുത്തുള്ളി ഒന്ന് ലൈറ്റായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സവാള ഇടുവാണ്. ഒരു ലൈറ്റ് കളറ് ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ലൊരു മണമൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇടാൻ പോണത് നമ്മുടെ സവാളയാണ്. ഇവിടെ സവാള ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ആ പച്ചമുളകും കൂടെ ഇട്ടു കേട്ടോ. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിവിടെ അങ്ങോട്ട് നന്നായിട്ടങ്ങ് വഴണ്ടി വരട്ടെ. ഞാൻ കുറച്ച് ഈ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാൻ പോവാം. 1 ടീസ്പൂൺ മുളക് ചതച്ചത്, നമ്മുടെ ഉണക്കമുളകേ.
അപ്പോൾ ഇത് വഴറ്റട്ടെ. ഈ വഴറ്റി ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. ചൂടധികമായി പോയാലേ ശരിയാവില്ല. തീ ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ഈ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇടുന്നുണ്ട്, ഒരു കളറൊക്കെ കിട്ടാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇനി കുറച്ച് ഉപ്പിടാം. ആദ്യം ഒരു കുറച്ച് ഇട്ട് നോക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കും കേട്ടോ. ഇതിൻ്റെ ഓൾറെഡി ഇതിൽ നല്ല ചൂടുണ്ട്, അപ്പോൾ ഇതങ്ങ് മൂത്തോളും. അപ്പോൾ അതേ നോക്കി ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ഈ പ്രഷർ കുക്കർ ഒന്ന് തുറക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇത് വെന്ത് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പരിപ്പ് കണ്ടോ, നല്ല സൂപ്പറായിട്ട് വെന്ത്. ആ തക്കാളിയൊക്കെ അങ്ങ് ആ മുകളിൽ കാണുന്ന ആ തക്കാളിയുടെ ആ ചുമപ്പ് കളറാണ്. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ മിക്സിലേക്ക് ഇടാൻ പോവാണ്, സവാള മിക്സിലേക്ക്. ബേ ലീവ്സ് അങ്ങ് എടുത്ത് മാറ്റും കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, അത് ആ ഒരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്തതാണ്. ഇനി ഈ മിക്സ് നമ്മൾ നമ്മുടെ സവാള വഴറ്റിയിലേക്ക് ഇടാൻ പോവാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുവാണ്. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി വേണമെങ്കിൽ കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട് ഇതിലേക്ക്. അപ്പം ആ നല്ലൊരു ഫ്ലേവർ ഈ മല്ലിയില ഈ കറിക്ക് കൊടുക്കും. അപ്പം മല്ലിയില ഇട്ട് നന്നായിട്ടങ്ങ് ഇളക്കുവാണ്. അപ്പം ഞാനിനി ഇട്ട് കൊടുക്കാൻ പോണത് ഇത് കണ്ടോ, ഇതാണ് ഉലുവയില, അതായത് കസൂരി മേത്തി. അപ്പോൾ ഇതാണ് ഞാൻ ഇതിൻ്റെ അവസാനം ആഡ് ചെയ്യുന്നത്. ഇട്ടിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയണതല്ല, നോർത്ത് ഇന്ത്യൻ കറികളുടെ ഒരു ടേസ്റ്റ് വരും. എനിക്ക് ഈ ഉലുവയിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, കസൂരി മേത്തി. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ മേടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, നമുക്ക് ഇങ്ങനെയുള്ള കറികളിലൊക്കെ ഇത് ഇടാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ദാൽ ഫ്രൈ റെഡിയായി. ഇത് നല്ല അടിപൊളി ഒരു കറിയാട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വെരി ഈസി അല്ലേ. കുക്കറിൽ പെട്ടെന്ന് അങ്ങ് വിസിൽ ഏൽപ്പിക്കുക, നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റുക, തേങ്ങയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നല്ലതാണെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ഇടണേ. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ലഞ്ച് കാണിച്ചു തരാം. ഇതൊരു കുക്കുംബറും 2 സെലറി സ്റ്റിക്കുമാണ്. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തൈരിലിട്ട് അത് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെജിറ്റബിൾ കുറച്ച് ബിരിയാണി റൈസും കൂടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്ക് കാർബിനായിട്ട് ഞാൻ അത് എടുക്കുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പരിപ്പ്, അതായത് ദാൽ ഫ്രൈ, അതാണ് ഞാൻ പ്രോട്ടീന് വേണ്ടി ഇന്ന് എടുക്കുന്നത്. 2 സെലറി സ്റ്റിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു, ഒരു കുക്കുംബർ, പിന്നെ ഞാനിത് ഒരു കുറച്ച് മല്ലിയില, ഇത്രേ ഞാൻ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ തൈര് ഇടുവാണ്. അപ്പം ഇത് എനിക്കൊരു സാലഡായിട്ട് ഈ റൈസിൻ്റെ കൂടെ കഴിക്കാനാണ്. ഇപ്പം നമ്മുടെ സെലറി കുക്കുംബർ സാലഡ് ഇത് ഞാൻ എൻ്റെ ലഞ്ച് ബോക്സിന് അതിൻ്റെ കൂടെ എടുക്കുന്ന ചെറിയ ബൗളിൽ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് ഇപ്പോൾ തന്നെ എടുത്ത് വയ്ക്കുവാണ്. നാളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇന്ന് വൈകിട്ടാണ് ഇതെല്ലാം എടുത്ത് വയ്ക്കുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിച്ച തൈര്. അപ്പോൾ ഇതാണ് ഞാൻ ബിരിയാണി റൈസും കുറേ വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്ത് പുലാവ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ലഞ്ചിന് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ ദാൽ ഫ്രൈയും കൂടെ ഇടുന്നുണ്ട്.
അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഈ ചെറിയ പാത്രത്തിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. ഇത് കുറച്ച് ബിരിയാണി റൈസ് വിത്ത് ലോട്ട് ഓഫ് വെജിറ്റബിൾസ്. പിന്നെ ഇതാണ് നമ്മുടെ സെലറി ആൻഡ് കുക്കുംബർ സാലഡ്, റൈത്ത അങ്ങനെയും പറയുമല്ലോ. ഇതാണ് നമ്മുടെ ദാൽ ഫ്രൈ. പിന്നെ ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ ഇന്ന് നാളെ ലഞ്ചിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പരിപ്പിൻ്റെ റെസിപ്പി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റൊക്കെ ഇടണേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ഇടണേ. അത് കഴിഞ്ഞിട്ട് ലൈക്കൊക്കെ ചെയ്ത് ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.